100 ഗ്രാം അരിപ്പൊടി, ഒരു 100 കുറച്ചും കൂടി അധികം റവ, ഒരു ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി ഒരു സ്പൂൺ ഇഞ്ചി കഷ്ടി, പിന്നെ ഒരു പച്ചമുളക് മതി, അത് നൈസായിട്ട് അരിഞ്ഞു. ഒത്തിരി പച്ചമുളക് ടേസ്റ്റ്, കറിവേപ്പില ടേസ്റ്റിന് ഒരു സവോളയുടെ പകുതി, ഒരു കുഞ്ഞി ക്യാരറ്റിൻ്റെ കഷ്ണം നൈസായിട്ടായിരുന്നു, ഒരു സ്പൂൺ ഒരു 2 സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ തൈര്, നല്ല കായപ്പൊടി. ഇതിലൊരു പാത്രം വെള്ളം എടുത്ത് കഴിഞ്ഞു. ഇതും കൂടെ ഒഴിച്ചാൽ ഇത് ഇളക്കി കഴിഞ്ഞ് അത് ഉണ്ടാക്കുന്ന സമയത്തേക്ക് കുറച്ച് തിക്കാവും. ഇതിൽ ഉപ്പ് ആവശ്യത്തിന് അധികം വേണമെന്നുള്ള ആൾക്കാർ ഇടണം, അതേപോലെ എരിവ് ആവശ്യത്തിന് അധികം വേണമെന്നുള്ള ആൾക്കാർ ഇടണം. ഞാനൊരു കുഞ്ഞുള്ളതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ ഇടണം. ഇതാണ് അതിൻ്റെ പാകം. ഈ വൈകുന്നേരം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇത് ഞാൻ 2 മണിക്കൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോഴത്തേക്കും നല്ല തിക്കാവും. അപ്പോൾ നമുക്ക് തിരിച്ചിടുന്ന പോലെ ഇടാറുള്ളൊരു പരിവാകും. റവ ഇടാറുണ്ട്. ഓക്കെ, എണ്ണ ചൂടാവട്ടെ. മാവ് മുഴുവൻ ഇങ്ങനെ ഫുള്ള് ഉണ്ടാക്കിയെടുക്കാം. ഇത് മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ വേപ്പില ഉള്ളിയും ഇഞ്ചിയെല്ലാം ഒഴിവാക്കി ഇത്തിരി തേങ്ങ ഒന്നെങ്കിൽ ചിരണ്ടിയിടാം, അല്ലെങ്കിൽ അരച്ച് ചേർക്കാം. എന്നിട്ട് മധുരം ഇട്ടിട്ടുണ്ടാക്കിയാലും ഇഷ്ടമാവും. കുട്ടികൾക്ക് മധുരം ഇഷ്ടമുള്ള കുട്ടികൾ. എൻ്റെ കുഞ്ഞിന് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ഉപ്പ് ചേർക്കാം. എടുത്തിട്ട് ക്യാരറ്റിൻ്റെ കളറായി. കുട്ടികൾക്ക് ഡെയിലി നമ്മൾ ഒരേ സാധനം കൊടുത്തിട്ട് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക്, മടുപ്പ് തോന്നുന്ന മക്കൾക്ക് ഇതൊക്കെ ഇടയ്ക്കൊന്ന് കൊടുക്കാം. അടുത്ത് കുറയ്ക്കാം. പൊന്തി വരുന്നത് വട ചുടുന്ന പോലെ പൊന്തി വരും. ശരിക്കും കുറച്ചും കൂടെ ക്യാരറ്റൊക്കെ കഴിഞ്ഞിട്ടാൽ നല്ലതാണ്. പെട്ടെന്നൊന്നും ഉണ്ടാക്കിയതുകൊണ്ടല്ല. അപ്പം അത് കളവ് അങ്ങനെയുള്ള അതിൻ്റെ കളവ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. വലിയ പണിയൊന്നുമില്ല കേട്ടോ, വേഗം ആവുന്നുണ്ട്. കാണുന്ന വലിയ പണിയുണ്ട്. കുറച്ച് നമ്മളൊരു മാവ് കൂട്ടിയിട്ട് കുറച്ച് ഇരിക്കണം. അതൊന്ന് പൊന്തി വരുമ്പോഴേ